ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഫസ്റ്റിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു പോസ്റ്റിൽ അതിൻ്റെ സാരിയൊക്കെ എടുത്തിരിക്കുന്നത്, സാരി എടുത്തതല്ല വെറുതെ വെച്ചിരിക്കുന്നൊരു ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ ഇതേ ഈ സാരിയിലാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ മുഴുവൻ നടത്തുന്നത്. വേറൊന്നല്ല, നമ്മൾ ഈ ഒരു സാരീനെ മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിങ് ഇവിടെ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കുറേ കാലം എന്ന് വെച്ചാൽ കുറേ കാലമായി ഞാനിങ്ങനൊരു പെയിൻറ്റിങ് ചെയ്തിട്ട്. അപ്പോൾ റിത്തൂസ് ഉള്ളത് കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ട് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റാറില്ല. അവൾ പെയിൻ്റ് എടുത്തിട്ട് എല്ലായിടത്തും വാരി തേക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ കുറച്ച് കാലത്തേക്ക് അതൊക്കെ മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ എന്തായാലും ഓണമൊക്കെ അല്ലേ, നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ തോന്നിയത്. സംഗതി പെട്ടെന്ന് കഴിയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ ഏട്ടനെ കൊണ്ട് 2 ഫാബ്രിക് പെയിൻറ്റ്, എനിക്ക് ഓറഞ്ചാണ് തീം വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഓറഞ്ച് ബ്ലൗസ് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓറഞ്ച് തന്നെ കളറും വാങ്ങി തന്നു ഏട്ടന്. അതിനുശേഷം നമ്മളത് ഒരു കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ്. വേറെ ഒന്നുമില്ല, ഇത് നമ്മൾ ജസ്റ്റ് അത് കട്ട് ചെയ്ത് വെച്ചൊരു പീസാണ്. നമ്മളെ കല്യാണത്തിൻ്റെ കത്തൊക്കെ ഇല്ലേ, ആ ഒരു കത്തെടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതിന് നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളെ ആ ഒരു പീസ് നമ്മൾ അച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റെൻസിൽസ് ഒന്നും വാങ്ങിച്ചിട്ട് കളയാൻ ക്യാഷൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണോ അത് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനത് ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം സാരിയിൽ പണി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ദിവസത്തെ കഷ്ടപ്പാട് തന്നെ ആണെന്നുണ്ടെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇത് ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അടിഭാഗത്ത് പേപ്പറോ മറ്റോ വെച്ചിട്ടില്ലെങ്കിൽ താഴെ എന്താണോ ഉള്ളത് അത് മുഴുവൻ നാശമാവാൻ ചാൻസ് കൂടുതലാണെന്നല്ല, ശരിക്കും ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ ടൈലിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഓറഞ്ച് കളർ നന്നായിട്ട് ആ ഒരു ഫ്ലവർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു ടൈലിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. അത് വേറെ ഒന്നുമില്ല, റിത്തോസിന് വെൽക്കം ബാക്ക് ടു എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഇൻട്രോ തുടങ്ങിക്കഴിഞ്ഞത് അവൾ അറിഞ്ഞിട്ടില്ല, പകുതിയിലെത്തിയപ്പോഴാണ് വന്നത്. അപ്പം എന്തായാലും റിത്തോസിൻ്റെ ഇൻട്രോയും കഴിഞ്ഞു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഫ്രണ്ടിലിരുന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ റിത്തോസും അവളുടെ ഒരു പഴയ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു ചെറിയ കുറച്ചൊരു മൂടിയുടെ ഭാഗം മാത്രം കൊടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ അവൾ സമ്മതിക്കില്ല. അപ്പം അവിടെ വെച്ച് ഇരുന്നിട്ട് ഒരു ഫ്ലവർ വായിച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ വെറുതെ പെയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡേ 2ലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലൈൻസ് കൂടി ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഫ്ലവർ മാത്രമായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ ആ ഒരു ഓറഞ്ച് കളർ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. പിന്നെ ആ ലൈൻസ് കൂടി ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു ബോർഡർ മൊത്തമായിട്ട് ഓറഞ്ച് കൊടുത്തായിരുന്നു. നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടില്ല, പകുതി ആ ഒരു കാണുന്ന ഭാഗത്ത് മാത്രമേ ഓറഞ്ച് കൊടുത്തിട്ടുള്ളൂ. കാണുമ്പോൾ എളുപ്പം പണി കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. കാരണം ഇത് ഉണങ്ങി കിട്ടുക എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു പണിയാണ്. പിന്നെ ഉണങ്ങി അതെല്ലാ ഫ്ലവേഴ്സും ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ അത്രയും സ്ഥലമൊക്കെ വേണം. ആ ഒരു സാരി വിരിച്ച് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഉണങ്ങി കിട്ടി എല്ലാം നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അയൺ ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ചൂട്ടിൽ ചെയ്താൽ മതി.
അധികം ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു സാരിയുടെ ഷേപ്പേ മാറിപ്പോവും. അപ്പം ചെറിയ ചൂടിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെയെന്ന് വെച്ചാൽ കളറിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ രണ്ടാമത്തെ ദിവസം ചെയ്യുമ്പം ബ്രഷിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ സ്പ്രെഡായിപ്പോയി. കറക്റ്റ് അതിൻ്റെ ആ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും ആ ഒരു സ്പ്രെഡായത്. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അതൊരു ഡിസൈനാണെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് പറ്റിയ അമളി നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം എന്തായാലും അപ്പം നമുക്ക് ബ്രഷിൽ നനവില്ലാണ്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയൊരു നനവ് മതി. ഇതെന്ന് വെച്ചാൽ കോട്ടൺ സാരിയാണ്. അപ്പം പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റ് ഇതുപോലെ നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം. അങ്ങനെ ഫൈനലി നമ്മളിവിടെ നമ്മുടെ കളറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണത്തിനായിരുന്നു ഈ ഒരു സാരി ഉടുത്തുകൊണ്ട് വന്നത്. അപ്പം സാരിയിൽ നമ്മളിപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വലിയമ്മയോടൊക്കെ പറയുകയാണ്. അപ്പം ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണല്ലോ നമ്മൾ ചെയ്തെടുത്ത് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇതുപോലെ പോസൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നിന്ന് ഒപ്പിക്കുന്നുണ്ട്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ഓറഞ്ച് കളറിൽ ആ ഒരു ഡിസൈൻ വന്നത് എനിക്കൊരുപാട് ഇഷ്ടമായി. എന്തായാലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതുപോലെ സാരി ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കുകയാണെന്നവർ ഗുഡ് ബൈ.